ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സമൂഹത്തിലുള്ള മനുഷ്യന്മാരെന്ന് പറയുന്നത് വല്ലാത്തൊരു അവസ്ഥ തന്നെയല്ലേ. അതെന്താ ഞാനങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഈ മഞ്ഞപ്പിത്തം ബാധിച്ച ആൾക്കാർക്ക് എന്ത് കണ്ടാലും മഞ്ഞയാണ് എന്ന് തോന്നുന്ന ഒരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഒരു പഴഞ്ചൊല്ലാണത്. എത്ര പേര് കേട്ടിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. അതേപോലെയാണ് നമ്മുടെ സമൂഹത്തിലുള്ള പലരും. അവർക്ക് കാണുന്നതൊക്കെ മഞ്ഞ കളറിലാണ്. അപ്പം ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാനിവിടെ കൊടുക്കാം. എന്നതിന് ശേഷം അതിന് താഴെ വന്ന ഒരു കമൻറ്റ് ഞാനിവിടെ കൊടുക്കാം. അപ്പോൾ അതിനെക്കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ആദ്യം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇല്ലേ ഞാൻ മുകളോട്ട് വിളിക്കും. നിങ്ങൾ എങ്ങോട്ട് വിളിക്കാം? ബില്ലാണോ? അല്ല ബില്ലല്ല, കവർ വേണമെന്ന്. കവർ എന്തിനാ? ഇഷ്ടം പോലെ കവറിനടാ. അതെ കുടുക്കി തരുന്നു. കുടുങ്ങിയത് ഓനക്കൊണ്ടൊന്ന് നോക്കിക്കാം. കുതിര കുറച്ച് മുകളിലായിപ്പോയി. എടാ ഇതൊന്ന് കുടുങ്ങിക്കൊന്ന് നോക്കുവോ? ആരും കാണാൻ അങ്ങനെ മടക്കി തന്നെ ഇടില്ലേ? മറ്റേ ഒന്ന് നോക്കിയാൽ എന്താ നോക്കിയല്ലേ? ഇടില്ലേ? ഓക്കെ. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അപാകത തോന്നിയിട്ടുണ്ടോ? ഉണ്ടോ? പക്ഷെ ആ വീഡിയോയിൽ ഒരു അപാകതയുണ്ട്. എനിക്കല്ല, നമുക്കും അല്ല. ആർക്കാണ് ഇതിന് മാത്രം ഈ ഒരു വീഡിയോയിൽ മോശമായിട്ട് തോന്നിയത് എന്നല്ലേ? ആ ചേട്ടായിയുടെ പ്രൊഫൈലാണിത്. ലിഫു എസ് നായർ. നല്ല പേരല്ലേ? അപ്പോൾ ചേട്ടായിയുടെ കമൻറ്റും കൂടി ഒന്ന് കാണണ്ടേ? സഹോദരന് സഹോദരി ഒരു താലി കെട്ടിക്കൊടുത്തു. എന്നാലും എൻ്റെ നായർ ചേട്ടാ, നിങ്ങളെന്തുവാ പറയുന്നത്? ഒരു മാല കഴുത്തിലിട്ടിട്ട് അതിൻ്റെ കുളത്തേന്ന് കുടുക്കി കൊടുത്തപ്പോഴേക്കും ഞാൻ അവന് താലി കെട്ടിയതായി. അങ്ങനെയാണോ നായർ ചേട്ടാ? കല്യാണം കഴിഞ്ഞതാണ് ഈ നായർ ചേട്ടൻ എന്നുള്ളത് എനിക്ക് മനസ്സിലായി. നായർ ചേട്ടന് കണ്ടപ്പം നായർ ചേട്ടന് ഭയങ്കര എന്താ പറയുക, പ്രതികരണശേഷിയുള്ള നായർ ചേട്ടനാണ്. അപ്പോൾ ഈ ചേട്ടായി മുതുമുത്തശ്ശൻ്റെ പ്രായമുണ്ട്. അപ്പോൾ കല്യാണം കഴിക്കേണ്ടതാണ്. വൈഫിൻ്റെ ഫോട്ടോ ഒന്നുമില്ല, ഞാൻ തപ്പി നോക്കി. ഇടാൻ ചിലപ്പോൾ പേടിച്ചിട്ടാണെങ്കിലോ. അപ്പം എൻ്റെ പൊന്നാര ചേട്ടായി, ഒരു മാലക്കൊരു കുളത്തെ ഇട്ട് കൊടുക്കുമ്പോൾക്ക് സഹോദരനായിട്ട് കല്യാണം കഴിക്കുന്ന അവസ്ഥയിലേക്കാക്കിയെടുത്ത സഹോദരനോട് ഞാൻ ചോദിക്കുകയാണ്. സഹോദരനെന്ന് വിളിക്കണ്ട, നമുക്ക് ചേട്ടായി മതി. അപ്പം ചേട്ടായിൻ്റെ പൊണ്ടാട്ടി പെണ്ണുമ്പിള്ള ചേട്ടായിനെ എങ്ങനെയായിരുന്നു കല്യാണം കഴിച്ചത്? അറിയാത്തതുകൊണ്ട് ചോദിക്കുക. നിങ്ങളെ പെണ്ണുങ്ങൾ എങ്ങനെയായിരുന്നു നിങ്ങളെ കല്യാണം കഴിച്ച്? എന്തോ ആചാരപ്രകാരം പെണ്ണുങ്ങളെ താലി കെട്ടുന്ന സമയത്ത് തിരിച്ചൊരു താലി ഇട്ട് കൊടുക്കുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഒരു ചെയിൻ്റെ കുളത്തെ ഇടുമ്പോഴേക്കും അങ്ങനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ എന്തോരം മനുഷ്യന്മാർ എത്ര വട്ടം കല്യാണം കഴിക്കും? ചില സമയത്തേ മലബാർ ഗോൾഡിലൊക്കെ പോകുന്ന സമയത്തേ നമുക്ക് ട്രയലിട്ട് നോക്കാൻ വേണ്ടിയിട്ട് മാല തരും. അതിൻ്റെ കുളത്തെങ്ങാനും അവിടുത്തെ ഏതെങ്കിലും ഒരു സെയിൽസ്മാൻ ഇട്ട് തന്നാൽ അവനും എൻ്റെ കിട്ടിയോനായി. ഇനിയിപ്പം ഞാൻ ആർക്കെങ്കിലും ഒരു കുളത്തെ ഇട്ട് കൊടുത്താലോ, അയാളെ ഞാൻ കെട്ടി. ഉണ്ടല്ലേ? എന്നാലും എൻ്റെ നായരേട്ടാ, നിങ്ങൾക്കല്ലാണ്ട് വേറെ ആർക്കും ഇത് തോന്നിയില്ലല്ലോ. നായരേട്ടോ, നിങ്ങൾക്ക് എന്താ മഞ്ഞപ്പിത്തണ്ടോ? അല്ല,
മഞ്ഞപ്പിത്തമുള്ള ആൾക്കാർക്കാണേ കാണുന്നതൊക്കെ മഞ്ഞയായിട്ട് തോന്നുക. നായരേട്ടന് മഞ്ഞപ്പിത്തമുണ്ടോ? അല്ല, നിങ്ങളെ കണ്ണിൽ ഇതൊക്കെ മോശമായിട്ട് തോന്നാൻ മാത്രം. എനിക്കതിലൊരു തെറ്റും തോന്നിയിട്ടില്ല. ഞാൻ അവനൊരു കുളത്തെ ഇട്ട് കൊടുത്തു. അപ്പോഴേക്കും സഹോദരനെ ഞാൻ വിവാഹവും കഴിച്ചു. ആടാ കഴിച്ചിക്ക്. ആനക്കെന്തേലും കുഴപ്പമുണ്ടോ? എൻ്റെ ചെലവിലാണോ ഞാൻ ജീവിക്കുന്ന നായരേട്ടാ? ഉണ്ടോ ആട്ടായിയെ? ആട്ടായിൻ്റെ കുഴപ്പമില്ല, ചിലവിലല്ലല്ലോ ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ ആട്ടായിക്ക് കുഴപ്പമുണ്ടാവേണ്ടതല്ലല്ലോ. എന്നാലും എൻ്റെ ആട്ടായിയെ, നിങ്ങളെയൊക്കെ ഓരോരോ കാര്യങ്ങൾ വല്ലാത്തൊരു കഷ്ടമായിപ്പോയി. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ കമൻ്റ് ഇടുമ്പോൾ ഇങ്ങനെയുള്ള തിരിച്ചു മറുപടികൾ പ്രതീക്ഷിച്ചിട്ട് വേണം കമൻ്റ് ഇടാൻ. ആട്ടായിക്ക് സഹോദരനെയും സഹോദരിയെയും തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും അങ്ങനെയാണെന്ന് വിചാരിക്കരുത്. ആട്ടായിയെ നായരേട്ടാവോ? നായരേട്ടാ, നിങ്ങളോടാ പറയുന്നത്. ദോ ഇൻ്റെ പക്കം പാറ്. നിങ്ങളടുത്താ നായരേട്ടാ പറയുന്നത്. ഇപ്പോഴത്തെ കാലത്തെ കമൻ്റ് ഇടുമ്പോൾ തിരിച്ചൊരു മറുപടി പ്രതീക്ഷിച്ചിട്ട് വേണം കമൻ്റ് ഇടാൻ. അപ്പം നായരേട്ടനുള്ള മറുപടി ആയി എന്ന് വിചാരിക്കുന്ന നായരേട്ടൻ എൻ്റെ ഫോളോവർ ആയിരിക്കാം. അപ്പം നായരേട്ടന് എൻ്റെ വീഡിയോ കാണുമായിരിക്കാം. അപ്പം നായരേട്ടന് മക്കളുണ്ടെങ്കിൽ, ആൺകുട്ടിയും പെൺകുട്ടിയും ആണെങ്കിലേ ഒരിക്കലും അവരൊരുമിച്ച് നടക്കാൻ പോലും സമ്മതിക്കാൻ പാടില്ല കേട്ടോ. എന്താണെന്നറിയോ? നായരേട്ടൻ്റെ കണ്ണേ മഞ്ഞ കളറാണ്, അതുകൊണ്ട് പറഞ്ഞതാ. അപ്പോൾ നായരേട്ടാ, ഇനി കമൻ്റ് ഇടുമ്പോൾ ഇതേപോലെ മറുപടി പ്രതീക്ഷിച്ചിട്ട് വേണം നായരേട്ടൻ കമൻ്റ് ഇടാൻ. ഇപ്പോഴത്തെ കാലത്തെ ഇതൊക്കെ കണ്ടിട്ട് ആരും മിണ്ടാതിരിക്കില്ല നായരേട്ടാ, പ്രതികരിക്കും. ഉറപ്പുള്ള കാര്യമല്ലേ, പ്രത്യേകിച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ നായരേട്ടന് മാത്രമേ ഈ ഒരു വീഡിയോയിൽ ഇത്ര മോശമായിട്ട് തോന്നിയിട്ടുള്ളൂ. ഒരു കുളത്തെ ഇട്ട് കൊടുത്തപ്പോഴേക്കും നായരേട്ടൻ എൻ്റെ നായരാക്കി കണ്ടപ്പോൾ കുഴപ്പമില്ല നായരേട്ടാ. നായരേട്ടന് അതിനുള്ള മറുപടി കിട്ടിയെന്ന് വിചാരിക്കുന്നു. നായരേട്ടന് പെൺകുട്ടിയോ ആൺകുട്ടിയോ ഉണ്ടെങ്കിൽ ഒരുമിച്ച് നടക്കാൻ പോലും സമ്മതിക്കരുത് കേട്ടോ നായരേട്ടാ. ഒരുമിച്ച് നടന്നാലേ ശരിയാവൂല. എന്താക്കാനാ, നായരേട്ടൻ്റെ കണ്ണ് എന്ന് പറയുന്നത് വല്ലാത്തൊരു കണ്ണാണ്. നമുക്ക് വാസനൈക്കറിൽ കൊണ്ടുവച്ച് കാണിച്ചാലോ? നല്ല കാര്യമാണ് നായരേട്ടാ, ചിലവൊക്കെ ഞാൻ വായിച്ചോളാം. ഏതായാലും ഒരു കുളത്തിട്ടതിൻ്റെ പേരിൽ എനിക്കൊരു നായര ഉണ്ടാക്കി തന്ന നായരേട്ടൻ ഇതല്ലേ. ഇപ്പോഴത്തെ കാലം ഇതാന്നേനെ. ആ ഒരു വീഡിയോ നിങ്ങളൊക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഒരു മോശമായിട്ട് തോന്നിയിട്ടുണ്ടോ? നമ്മൾ എത്ര പെർഫെക്റ്റായിട്ട് നടക്കാൻ ശ്രമിച്ചാലും ഇതേപോലെ കമൻ്റ് ഇടാൻ ഇതേപോലെ ഏവനെങ്കിലും വരും. അത് അവരുടെ ബ്ലഡിൽ അലിഞ്ഞെടുക്കുന്നൊരു സംഭവമാണ്. അവർക്ക് എന്ത് നോക്കി കണ്ടാലും അത് നെഗറ്റീവായിട്ട് മാത്രമേ അവർ കാണുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ചേട്ടായും അങ്ങനെയാണ്. ഈ ചേട്ടായിൻ്റെ പെങ്ങളെ കാണുന്നത് അങ്ങനെയാണ്. ഈ ചേട്ടായിൻ്റെ മക്കൾ ആങ്ങളെയോ പെങ്ങളോ ഉണ്ടെങ്കിൽ അവരും അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ചേട്ടായിയുടെ പാത പിന്തുടരുന്ന മക്കളും ചേട്ടായിയുടെ അമ്മയുടെയും അച്ഛൻ്റെയും പാത തുടരുന്ന ചേട്ടായും ആണല്ലോ. അപ്പോൾ ചേട്ടായിക്ക് അങ്ങനെയൊക്കെ തോന്നും. അപ്പോൾ ചേട്ടായിക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ചേട്ടായിയുടെ വീട്ടിൽ അങ്ങനെ പെരുമാറുന്നത് കൊണ്ടാണ്. അങ്ങനെയൊന്നും കേട്ടിട്ടില്ലേ? പഠിച്ചതേ പാടുള്ളൂ എന്ന്. അപ്പോൾ ചേട്ടായി അങ്ങനെ ജീവിക്കുന്നത് കൊണ്ട് ചേട്ടായിക്കെല്ലാം അങ്ങനെയായിട്ടാണ് തോന്നുന്നത്. അതിപ്പോൾ നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്കോ എനിക്കോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ചേട്ടായിയുടെ കണ്ണ് വേണമെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുവച്ച് കാണിച്ച് അത് ചികിത്സിക്കാം എന്നേ ഉള്ളൂ. മാറുന്നു ഉറപ്പ് പറയാൻ പറ്റില്ല. എനിക്കോ നിങ്ങൾക്കോ അത് മാറുന്നു ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. അപ്പം ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഒരു അടി ഡിസ്റ്റൻസ് ഇട്ട് നടക്കുക. ആര്?
നമ്മുടെ നായരേട്ടായി നാട്ടുകാരുമായിട്ട്. അപ്പം നായരേട്ടായിയേ, ഇനി ഇങ്ങനെ കമൻ്റ് ഇടുന്ന സമയത്ത് മറുപടി പ്രതീക്ഷിച്ചിട്ട് തന്നെ കമൻ്റ് ഇടണം. നായരേട്ടായിൻ്റെ പകൽമാന്യതയുടെ മുഖം ഇതേപോലെ വെളിച്ചത്ത് കൊണ്ടുവരും കേട്ടോ നായരേട്ടായിയെ. അപ്പോൾ ചേട്ടായിക്ക് കമൻ്റ് ഇട്ടതിന് മാത്രമുള്ള മറുപടി ആയി എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ തായും കമൻ്റ് ഇടാൻ വരണം കേട്ടോ നായരേട്ടായിയെ, കേട്ടോ. അപ്പോൾ എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്റ്റ് നസലി. ടാറ്റാ.